നമ്മൾ ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ബസ് ഇടിച്ചു, നമ്മൾ പരാതി കൊടുത്തു. മെമ്പർ വഴി ഈ വീട് ശരിയാക്കി തരാം, മെമ്പറും സി എയും കൂടെ. ഇപ്പം നമ്മൾ പറ്റിക്കപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരുമില്ല, മെമ്പറും ഇല്ല, സി എയും ഇല്ല, ബസ് ഡ്രൈവറും ഇല്ല. ഇതാണിപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ. ഈ മേൽക്കൂരയൊക്കെ പോയിരിക്കുകയാണ്. ഇതിനകത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണോ നമ്മളെ തലയിൽ കൂടെ ഒന്ന് വീഴും. കാരണം ആടാണ്. നമുക്ക് എങ്ങനെയെങ്കിലും, കാരണം വാടക കൊടുത്ത് കഴിയാനുള്ള ഒരു സാമ്പത്തികം നമ്മളെ കൊണ്ടില്ല. ഇപ്പം മണ്ണ് വെച്ച് വീട്ടിൽ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് പഞ്ചായത്തിൽ നിന്നില്ല. കാരണം 5 സെന്റോളം ഉണ്ടായിരുന്നു. കുറച്ച് കുഴൽക്കിണറിന് പോയി, കുറച്ച് റോഡിന്റെ വികസനത്തിന്റെ ഇതായിട്ട് പോയി. കാരണം ഇപ്പം നമുക്ക് അവിടുത്തെ വാർഡ് മെമ്പറോടൊക്കെ ഇപ്പോൾ ഒരു പുച്ഛമൊക്കെ തോന്നുന്നുണ്ട്. പുച്ഛമെന്ന് തോന്നുന്നു അവരോടൊക്കെ. ഇവരൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം അങ്ങോട്ട് കൈ നീട്ടി വോട്ടിന് വേണ്ടി ചെല്ലണേന്നുള്ളത്. ഇത്രയൊക്കെ ഒന്നും ചെയ്തു കൊടുത്തില്ല. എന്നിട്ട് ഈ വോട്ട് ഇങ്ങനെ ഇറക്കാൻ വരുന്ന ആൾക്കാരോടുണ്ടല്ലോ, പിച്ചക്കാർ ഇതിലും ഭേദം. സത്യം പറയാം, പിച്ചക്കാർ ഇതിലും ഭേദം. അവരവരുടെ അന്നത്തിന് വേണ്ടിയാണ് അവർ ചെയ്യണേന്ന് വെച്ചാൽ അതിൽ ഇത്രയും അത്ര അധികാരമൊക്കെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതാണ്ട് അവസാനം വന്ന് മറ്റേത് തരാം മറിച്ച് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൈ നീട്ടുന്ന പാർട്ടിക്കാരോടും ഈ ഇപ്പോഴല്ല പാർട്ടിക്കാരോടൊക്കെ എനിക്ക് പുച്ഛമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തിരിച്ചറിയണം. ഇതിപ്പോൾ കണ്ടില്ല, ആ സ്ഥലം ഒരു വികസനത്തിന് എടുത്തു, പല സെൻറ്റിന് കുഴൽക്കിണറിനൊക്കെ എടുത്തു. ഇവരാരായി അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ ഇവർക്കൊരു സുരക്ഷിതമായ സ്ഥലം വേണ്ടേ? ഇപ്പം ഞങ്ങളൊരു പ്രൈവറ്റ് സംഭവം ഇവിടെ പാറമട ഉണ്ടാകും, അവിടെ നിർത്തിപ്പോയ സാധനം ഈ പാറമട പ്രൈവറ്റ് ഒരു വ്യക്തിയുടെ ഇതായിരുന്നു. അപ്പോൾ ആ വ്യക്തി അവിടെ നിന്ന് സ്ഥലം മാറ്റിയപ്പോൾ വേറെ വീടും സ്ഥലമൊക്കെ മേടിച്ചു കൊടുത്തു. കാരണം പാറ പൊട്ടിക്കാനുണ്ട്. അത് ഇവിടെ എങ്ങാണ്ട് കുറേ കംപ്ലൈൻറ്റ് ചെയ്ത് എടുത്തു. എന്നിരുന്നാലും പോലും പുള്ളി വേറെ സ്ഥലങ്ങൾ അവിടെ താമസിക്കുന്നവരെയൊക്കെ മാറ്റി ഒരു വിധത്തിൽ മാറ്റി ഈ കൊടുത്തായിരുന്നു. അവർക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ സ്ഥലവും മേടിച്ച് വീടും നല്ല ഭംഗിയുള്ള വീട് വെച്ച് കൊടുത്ത് വീടുള്ള സ്ഥലങ്ങളൊക്കെ മേടിച്ച് അവരുടെ പേരിലേക്ക് എഴുതി കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ്. അതിൻ്റെ പോലും രീതി സർക്കാർ കാണിച്ചില്ല എന്നുള്ളതാണ്. അവരാ വീട് കണ്ടിട്ട് തന്നെ ഒരു രീതി, അതൊരു പെൺകൊച്ചുങ്ങൾ കൂടിയാണ്. അറിയാലോ സംഭവമൊക്കെ എന്നാന്നറിയാം, ജിഷയുടെ കേസൊക്കെ അറിയാലോ. പെൺകുട്ടി അങ്ങനെയൊക്കെ പീഡിയോടെ കഴിയണ ഒരു സ്ഥലത്താണ്, സുരക്ഷിത ഇല്ലാത്തൊരു വീട്ടിലൊക്കെയാണ് കഴിയുന്നത്. ഇനി അതുപോലെ വണ്ടി, അത് രാത്രിയിൽ വല്ല കള്ളു കുടിച്ചിട്ട് വല്ല ആ സൈഡ് കണ്ടില്ലായിരുന്നോ, വല്ല കള്ളും കുടിച്ച് വല്ല പാണ്ടി ലോറി അവധിలో വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെയും തീർന്നു. ഒരു ഡ്രൈവർക്ക് ഇത് എന്ത് ഉത്തരവാദിത്തം അവർക്കുള്ളതെന്ന് അറിയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് ഈ പാർട്ടിക്കാരോട് ഇതൊക്കെ ഞാൻ ഒരു രീതിക്കൊന്നും എടുക്കാത്തത്. ഞാൻ കഴിഞ്ഞ വർഷം നിഷേധവോട്ടൊക്കെ കൊടുത്തത്. അപ്പോൾ ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശം. അല്ലാതെ പിന്നെ എന്നെ ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ജയിപ്പിച്ച് വിട്ടാലും ജയിച്ചിട്ടും നമുക്കൊരു പ്രയോജനം. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. അതിൻ്റെ ഒരു തരി പോലും സഹായം അവർ ചെയ്തു തന്നിട്ടില്ല, തരില്ല. അതുപോലെ തന്നെയാണ് ഈ ആ പെൺകുട്ടി എത്രയും വേഗം ഇത് അച്ചായൻ എങ്ങനെയെങ്കിലും ഒരു വീടൊക്കെ പണിത് കൊടുക്കണം. അച്ചായൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ അതുപോലെ ചില ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ പെൺകുട്ടിയെ ഒന്ന് സഹായിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും അവർ കണ്ട് സഹായിച്ചു കൊടുത്തിരിക്കും.